ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ ബാലറ്റുകൾ വീണ്ടും എണ്ണാൻ സുപ്രീം കോടതി നിർദ്ദേശം. വരണാധികാരി അസാധുവാക്കിയ 8 ബാലറ്റ് പേപ്പറുകൾ സുപ്രീം കോടതി പരിശോധിച്ചു. അസാധുവാക്കിയ ബാലറ്റ് പേപ്പറുകൾ എണ്ണി ഫലം പ്രഖ്യാപിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ആ 8 ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ. അഞ്ജന, ഇപ്പോൾ ഈ ബാലറ്റ് പേപ്പറുകൾ സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ 8 ബാലറ്റ് പേപ്പറുകളിൽ ഈ ദൃശ്യങ്ങൾ വഴി അവിടെ ഒരു അടയാളം, ഒരു ലൈൻ രേഖപ്പെടുത്തുന്നതായി വരണാധികാരി രേഖപ്പെടുത്തുന്നതായി കൃത്യമായി കാണാം. എന്തിനാണ് ഇത്തരത്തിലൊരു ഈ ലൈൻ രേഖപ്പെടുത്തുന്നതെന്ന് കൃത്യമായി സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ 8 ബാലറ്റ് പേപ്പറുകൾ ഒന്നുകൂടി എണ്ണുവാൻ അല്ലെങ്കിൽ വീണ്ടും റീകൗണ്ടിങ് നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ വരണാധികാരി അസാധുവാക്കിയ 8 ബാലറ്റ് പേപ്പറുകളും അത് സാധുവാക്കിക്കൊണ്ട് എണ്ണുവാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ വരണാധികാരി അനിൽ ബസിക്കിന് വേണ്ടി അഡ്വക്കേറ്റ് മുകുൾ റോത്തഗിയാണ് ഹാജരായത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇത്തരൊരു ലൈൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അടയാളം ഇട്ടതല്ല, പ്രത്യേകിച്ച് അവിടെ അലങ്കോലമായി കിടന്ന ഈ ബാലറ്റുകളിലെല്ലാം തന്നെയും അടക്കി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു അടയാളം രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളിൽ അങ്ങനെ ഒരു അലങ്കോലമായി കിടക്കുന്നത് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. പിന്നീട് ഇത്തരത്തിൽ സാധുവാക്കിക്കൊണ്ട് വീണ്ടും ഈ റീകൗണ്ടിങ് നടത്താൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഇതെല്ലാം തന്നെയും പരിശോധിക്കുകയാണ്. ദൃശ്യങ്ങളും ഈ ബാലറ്റ് പേപ്പറുകളും ഇപ്പോൾ പരിശോധിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ ഒരു കേസ് ഇപ്പോൾ വീണ്ടും എടുത്തത്. ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടി സുപ്രീം കോടതി തീരുമാനിക്കുക. എന്തായാലും ഇന്നും വരണാധികാരി അനിൽ ബസിക്ക് നേരിട്ട് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ബാലറ്റ് പേപ്പർ എല്ലാം തന്നെയും വിശദമായി സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജന, എന്തായാലും ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വീണ്ടും ബാലറ്റ് പേപ്പറുകൾ എണ്ണാൻ സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായിരിക്കുകയാണ്. 8 ബാലറ്റ് പേപ്പറുകളാണ് എണ്ണുന്നത്. അസാധുവാക്കിയ 8 ബാലറ്റ് പേപ്പറുകൾ എണ്ണാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്.